ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. നമുക്ക് മുരിങ്ങയില എടുത്ത് കുറച്ച് തോരൻ വയ്ക്കാം. നമ്മൾ മുരിങ്ങയില എടുത്തു കഴിഞ്ഞാൽ അധികം സമയം വെളിയിൽ വയ്ക്കാൻ പാടില്ല. അത് പെട്ടെന്ന് തന്നെ കറിയാക്കണമെന്ന് പറയും. നമുക്കത് എളുപ്പം നുള്ളിയെടുത്ത് കഴുകി ചിലന്തി ഇലയൊക്കെ നോക്കി കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് അതെല്ലാം ഓരോന്നായിട്ട് ഊർന്നെടുക്കാം. നമ്മളങ്ങനെ മുരിങ്ങയില നല്ലപോലെ ഊർന്നെടുത്തിട്ടുണ്ട്. ചെറിയ തണ്ട് അത്ര ചെറുതാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെല്ലാം നല്ലപോലെ ഊരിയെടുക്കണം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും മുളക് വറ്റലും കടുവൊക്കെ ചേർത്ത് നല്ലപോലെ ആദ്യം കടുവ് തളിക്കാം. കുറച്ച് നല്ലപോലെ വെളിച്ചെണ്ണ ചേർത്താൽ നല്ലതായിരിക്കും. കുറച്ച് ഉഴുന്ന് പരിപ്പും ചേർത്തിട്ടുണ്ട്. നല്ലപോലെ മൂപ്പിച്ച് നമുക്ക് ഒന്ന് മൂത്ത് കഴിയുമ്പം നമുക്ക് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലൊരു കടുവ് തളിക്കാം. നമുക്ക് മുരിങ്ങയില അടുപ്പിൽ വയ്ക്കാൻ തുടങ്ങുമ്പോഴേ നല്ല അരപ്പിട്ട് നല്ലപോലെ എല്ലാം പുരട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് വെന്ത് കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോവും, കട്ടയായിട്ട് കിടക്കും. നമുക്ക് അരപ്പ് ചേർക്കാൻ നല്ലപോലെ പറ്റില്ല, എത്ര ഇളക്കിയാലും അത് കട്ടിയായി പോവും. അതുകൊണ്ട് നമ്മൾ മുരിങ്ങയില അടുപ്പിൽ വയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അരപ്പും അരച്ച് ചേർത്ത് ഉപ്പും ചേർത്ത് അരപ്പും മുരിങ്ങയിലയും കൊണ്ട് നല്ലപോലെ തിരുമ്മി അതിനകത്ത് എല്ലാം അരപ്പ് പിടിക്കുന്ന രീതിയിൽ നമ്മൾ തിരുമ്മി വെച്ചതിന് ശേഷം കടുക് താളിച്ചതിനകത്തോട്ട് നമുക്ക് മുരിങ്ങയിലയും ചേർക്കാം. നമ്മൾ കടുക് താളിച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് മുരിങ്ങയിലയും ചേർത്ത് അരപ്പും ചേർത്ത് നല്ലപോലെ എല്ലാം കൂടെ നല്ലപോലെ പുരട്ടി വേണം വേവിക്കാൻ. അപ്പോൾ നമുക്ക് പിന്നെ അരപ്പിടുമ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലായിടവും അരപ്പ് നല്ലപോലെ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അരപ്പിട്ടിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഇളക്കി എല്ലായിടവും അരപ്പെത്തേണ്ട രീതിയിൽ നല്ലപോലെ കുഴച്ചെടുക്കണം. നല്ലപോലെ ഉപ്പും അരപ്പും ഒക്കെ നല്ലപോലെ പിടിക്കേണ്ട രീതി ഇളക്കി കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കത് അടച്ച് വേവിക്കണം. ഇങ്ങനെ ഇളക്കി അരപ്പെല്ലാം കൂടെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അരപ്പിടുമ്പം വെന്ത് കഴിഞ്ഞിട്ട് അരപ്പിടുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലായിടവും പിടിക്കില്ല. അപ്പോൾ കുട്ടികളിങ്ങനെ പച്ചയായിട്ട് ഇല മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ അത് കഴിക്കില്ല. അപ്പം അരപ്പും ഇലയും ഒരേപോലെ അളവിൽ ഇളക്കിയെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമായിരിക്കും. ഒരു കയ്പ്പ് രസം ഒന്നും കാണില്ല. അപ്പോൾ നമുക്കെല്ലാം നല്ലപോലെ തേങ്ങയുടെ അരപ്പാണ്, വെന്തിട്ടില്ല. നല്ല മുരിങ്ങയിലയും കൂടെ നല്ലപോലെ എല്ലായിടവും അരപ്പ് പിടിക്കുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പും വേണ്ടുന്ന ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം സിമ്മി വെച്ച് വേണം വേവിക്കാൻ. കുറച്ച് വെള്ളമേ തിളയ്ക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിമ്മി വെച്ച് അതിൻ്റെ ആവിയിലിരുന്ന് വെന്ത് വരണം. അപ്പോൾ കയ്പ്പും കാണില്ല. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി വീണ്ടും അടച്ചു വയ്ക്കാം. ഒരുപാട് ആരോഗ്യ ഗുണമുള്ളതാണ് ഈ മുരിങ്ങയില. മോശം പോകാനൊക്കെ നല്ലതാണ്. ചിലവർക്ക് ഇത് പിടിക്കില്ല, അത് നമ്മൾ നോക്കിയിട്ട് വേണം കഴിക്കാൻ. ചിലർ ഒരുപാട് മലം ലൂസായിട്ട് പോകുമെന്ന് പറയും. അങ്ങനെയുള്ളവർ കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കഴിക്കണം. നമ്മൾ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ചിലവരിതിൽ നെയ്യും ചേർക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചിക്കിയിട്ട് ഇത് ചേർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമായാലും നമുക്ക് അങ്ങനെയും ചേർക്കാം. മുരിങ്ങയിലയിൽ തനിയും മുട്ട ചിക്കി ചേർക്കാം. തോരനായിട്ട് ശേഷവും നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്നതിനനുസരിച്ച് എടുത്ത് മുട്ടയും കൂടെ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള തോരനാണ് ഇത്, പക്ഷേ ചൂടോടെ കഴിക്കണം. ചിലവർ കടുവറുക്കും നെയ്യും ചേർക്കും, അതും ഭയങ്കര ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയും ചേർക്കാം. ഇതിനൊട്ടും കയ്പ്പ് രസമൊന്നുമില്ല, നമുക്കിത് തനിയെ കഴിക്കാൻ നല്ലതാണ്. ചൂടോടെ തന്നെ കഴിക്കണം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.